എൻ്റെ സഹോദരൻ, നമ്മുടെ ജീവിതമൊക്കെ ക്ഷണികമാണ്. ഏത് നിമിഷവും നമ്മുടെ ജീവിതം ഇല്ലാതാകും. നിങ്ങൾ തന്നെ നോക്കിയേ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ളവർ, നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവർ, നിങ്ങളെക്കാൾ പണമുള്ളവർ, നിങ്ങളെക്കാൾ പ്രതാപവും എല്ലാം ഉള്ളവർ ഈ ലോകം വിട്ടു പോയില്ലേ? വീണ്ടും ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുക. വീണ്ടും ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുക. പാപത്തുനിന്ന് പിന്തിരിയാൻ, മാനസാന്തരപ്പെടുവാൻ. ദൈവത്തോട് എത്ര നന്ദി പറയണം. ഈ ലോക ജീവിതം എല്ലാം ക്ഷണികമാണ്. എന്നാൽ നിത്യമായ ജീവിതം, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. അത് ലക്ഷ്യമാക്കി നമ്മൾ ഓടണം. വിശുദ്ധ പൗലോസിനെ പോലെ നല്ല ഓട്ടം ഓടണം. വിശ്വാസം കാത്തു സൂക്ഷിക്കണം. ഇത് നമുക്ക് സ്വയമേ സാധിക്കുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ വന്നു നിറയണം. എൻ്റെ സഹോദരരെ, ഞാൻ ഒരിക്കൽ കൂടെ പറയുക, എൻ്റെ ജീവിത സാക്ഷ്യം. ഒത്തിരി ചേറ്റിൽ കിടന്ന വ്യക്തി, എന്നെ ദൈവം കരം പിടിച്ച് താങ്ങി നിർത്തുക. ദൈവം കരം പിടിച്ച്, ദൈവം ദാനമായി തന്ന 3 മക്കൾ, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളെല്ലാം വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുക. നമ്മളെക്കൊണ്ട് സ്വയമേ ഒന്നും സാധിക്കില്ല കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, ആ കുഞ്ഞുങ്ങളെയെല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. നമ്മെ രക്ഷിക്കാൻ വേറെ ആർക്ക് സാധിക്കുകയില്ല. പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും അവൻ നമ്മളെല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ.